very warm welcome to you all. Quran recitation competition, Hafidh al-Quran 2014. Quran recitation competition, Hafidh al-Quran 2014. فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين. لا يسخر قوم إلا قول إبراهيم لأبيه لأستغفرن لك وما أملك لك من الله من شيء ربنا توكلنا وإليك أنبنا وإليك المصير. إن الذين كفروا بالذكر جاءهم وإنه لكتاب عزيز لا يأتيه الباطل من بين يديه خلفه تنزيل من حكيم حميد. Arsh Charitable Trust എന്ന ഈ യുവ കൂട്ടായ്മ നമ്മുടെ നാടിന് മാത്രമല്ല ലോകത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് ഈ അദ്ഭുത കാഴ്ച. മാഷാ അല്ലാഹ്, ഇത് ഈ കൂട്ടായ്മയുടെ ആദ്യ പടിയാണ്. ഇതിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും ദുആയും സഹായവും സേവനവും അവർ പ്രതീക്ഷിക്കുന്നു. ഇത് ജഡ്ജ്മെന്റിന്റെ ദിവസമാണ്. അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെയല്ല ഈ മനുഷ്യ ഭാരാവാരം പോലെ
കോടിക്കണക്കിന് ആളുകളുടെ മുമ്പിലുള്ള ഒരു ജഡ്ജ്മെന്റ് നമുക്ക് വരാനുണ്ട്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ, അന്ത്യദിനത്തിന്റെ പ്രതിഫലം നൽകുന്ന ജഡ്ജ്മെന്റിന്റെ ഒരു ദിവസം വരാനുണ്ട്. ഇവിടെ നമ്മൾ വിജയിച്ചാലും ഇല്ലെങ്കിലും അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാനിങ്ങോട്ട് കടന്നു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ കാണുന്നത് അത്ഭുതമുണ്ടാക്കുന്ന രംഗങ്ങളാണ്. വളരെ വലിയ ആസൂത്രണത്തോടുകൂടി ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് അതിമഹത്തായ ഒരു പരിപാടി കാഞ്ഞങ്ങാട്ട് ഹോസ്തുർഗ് വടകരമുക്ക് പ്രദേശത്ത് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും തന്നെ വളരെയേറെ ആകർഷകമാണ്, മനോഹരമാണ്, ചിന്തോദ്ദീപകമാണ്. വരുന്ന വഴിക്ക് തന്നെ അതിൻ്റെ ഒരു സുഗന്ധം, ആ സുഗന്ധം ഇങ്ങനെ അടിച്ച് വീശുന്നതാണ് പരിസരത്ത് പോലും എനിക്ക് അനുഭവപ്പെടുകയുണ്ടായത്. മനോഹരമായ കവാടങ്ങൾ, ഖുലഫാ ഉർ റാഷിദീൻ്റെ സ്മരണയെ ഉയർത്തുന്ന മനോഹരമായ കവാടങ്ങൾ, ചെറുപ്പക്കാർ അണിചേർന്ന് നിന്ന്, വളരെ ചുറുചുറുക്കുള്ള യുവാക്കൾ ചിട്ടയോടുകൂടി സുശിക്ഷിതരായി അച്ചടക്ക നിബദ്ധരായി അണിചേർന്ന് നിൽക്കുന്ന ഈ പരിപാടിയിലേക്ക് വരുന്ന സഹോദരങ്ങളെ ആമോദപൂർവം സ്വാഗതം ചെയ്യുന്നതിന് ഒരുങ്ങി നിൽക്കുന്ന രംഗം അകത്ത് കയറിയപ്പോൾ വളരെ നിശബ്ദമായ പവിത്രമായ ഒരു സദസ്സ്. അങ്ങനെ എല്ലാം കൊണ്ടും മഹത്വപൂരിതമായ പവിത്രപ്രധാനമായ ഒരു പരിപാടിയിലാണ് ഇന്ന് നിങ്ങളോടൊപ്പം സംബന്ധിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുള്ളത്. ഞാൻ അല്ലാഹുവെ സ്തുതിക്കുകയാണ്. വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്തമായ ഒരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുകയും ചെയ്ത അർഷ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അംഗങ്ങൾ, പ്രവർത്തകർ, അവരോട് സഹകരിച്ച ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള സഹോദരങ്ങൾ, അവർക്ക് മാർഗദർശനം ചെയ്ത പണ്ഡിതന്മാർ, പരിശുദ്ധ ഖുർആൻ്റെ ഈ മഹൽ സദസ്സിനെക്കുറിച്ച് പ്രേരണ ചെലുത്തിയ ആൾ മുതൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് ആദ്യം ഒരാളുടെ തലയിൽ തോന്നിയിട്ടുണ്ടാകണം. എന്നിട്ടായിരിക്കും അത് മറ്റുള്ളവരുടെ തലയിൽ ഉദിച്ചത്, മറ്റുള്ളവരുടെ ആശയമായിട്ട് മാറിയത്, അവരതിന് ഇറങ്ങി ഒരുങ്ങി പുറപ്പെട്ടത്. ആ ആദ്യം അത് ചിന്തിച്ച വ്യക്തി മുതൽ ഏതെങ്കിലും രീതിയിൽ ഇതിനോട് സഹകരിച്ചവർക്കെല്ലാം അല്ലാഹുവേ അർഹമായ ശക്തമായ പ്രതിഫലം, ഞാനും ആ പ്രതിഫലം മോഹിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് ഒരു പ്രഭാഷണമോ പ്രസംഗമോ ചെയ്യാനൊന്നും അല്ല, ഈ പുണ്യത്തിൽ പങ്കുപറ്റാനാണ്. I thank the organization to have called me illiterate, a jahil. If you say in Malayalam, no without arivillatha, a person who has no knowledge, to have addressed such a gathering, such an occasion, a sinner like me has been bestowed. I thank Allah subhanahu wa ta'ala. ننزل من القرآن ما هو شفاء ورحمة للمؤمنين وما يزيد الظالمين إلا خسارا. ഖുർആനിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഖുർആനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ത് സദസ്സോ പരിപാടിയോ ആരോ എവിടെയോ സംഘടിപ്പിക്കട്ടെ,
ആകാശത്തിന് താഴെ സംഘടിപ്പിക്കാവുന്ന ഏറ്റവും പവിത്രമായ സദസ്സാണത്, ഏറ്റവും പരിപാവനമായ കർമ്മമാണത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.